ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു കുട്ടി വ്ളോഗാണ്. എൻ്റെ ഒരു കസിൻ വന്നിട്ടുണ്ട്. അപ്പം അവനെയും കൊണ്ട് ഞങ്ങളുടെ അടുത്തുള്ളൊരു പാർക്കിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പം നമ്മൾ ജസ്റ്റ് പാർക്കിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ഈ പാർക്കിൻ്റെ പേര് ടെത്തി പാർക്ക് എന്നാണ്. അപ്പം ഇവിടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്നുള്ള അതിൻ്റെ മാപ്പും കാര്യങ്ങളും എല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഈ ബൈക്കിൽ കാണുന്നത് കുട്ടികളുടെ പാർക്കാണ്. അപ്പം നമുക്ക് കുഞ്ഞുങ്ങളുമായിട്ട് വരുവാണെങ്കിൽ പോലും അവരെ അവിടെ കളിക്കാൻ വിട്ടിട്ട് നമുക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണിത്. അപ്പം നമുക്കിങ്ങനെ നടക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഇങ്ങനെ ഇവിടെയുള്ളവർ ഈവനിങ്ങിലും ഒക്കെ നടക്കാൻ വരുന്ന സ്ഥലമാണിത്. ഇപ്പം സമ്മർ ആയതുകൊണ്ട് നല്ല പൂക്കളും നല്ല ഒരു വെതറാണ്. അതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ നടക്കാനിപ്പം. ഇവിടെ ഒരു ഷോപ്പും ഉണ്ട്. നമുക്ക് ഫുഡ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഇവിടുന്ന് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാവുന്നതാണ്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് ഒരു ഇൻഡോർ ഗാർഡനിലേക്കാണ്. അപ്പോൾ അതിൻ്റെ പേര് ദ ഡേവിഡ് വെൽച്ച് വിൻഡർ ഗാർഡൻ എന്നാണ്. അപ്പം നമുക്ക് അതിനുള്ളിൽ എന്താണെന്ന് അകത്ത് കയറി നോക്കാം. ഇവിടുത്തെ അട്രാക്ഷൻസ് എന്തൊക്കെയാണെന്നാണ് ഇവരിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ കയറി വരുന്ന എൻട്രൻസിൽ തന്നെ ഇത് വെച്ചിട്ടുണ്ട്. അപ്പം അതെല്ലാം വായിച്ച് നോക്കിയിട്ട് നമുക്ക് മനസ്സിലാക്കി പോകാൻ വേണ്ടിയാണ് ഇവർ എഴുതി വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോയി നോക്കാം. ഈ വെള്ളച്ചാട്ടമൊക്കെ ഇവർ ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതൊക്കെ നല്ല ഭംഗിയുള്ള ചെടികളാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെയൊക്കെ പേരെന്താണെന്നോ ഒന്നും എനിക്കറിയില്ല. പിന്നെ ഇവർ വളരെ ഭംഗിയായിട്ട് ഇതിനെ കെയർ ചെയ്യാറുണ്ട്. ഇവർക്ക് വിൻ്റർ ആയാലും സമ്മർ ആയാലും ഇവർക്ക് അതിനെ എങ്ങനെ കെയർ ചെയ്യണമെന്ന് വളരെ വ്യക്തമായിട്ടറിയാം. അതുകൊണ്ട് നിൽക്കുന്നത് നമ്മുടെ നാട്ടിലെ ചെമ്പരത്തിയാണ്. നമ്മുടെ നാട്ടിലെ വാഴയാണ് നിൽക്കുന്നത്. കണ്ടോ, ബനാന പ്ലാന്റ്സ്. ഇത് പാരറ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാന്റ് ആണ്. ഇതുണ്ടോ, നമ്മുടെ തത്തയുടെ കൂട്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ പൂക്കൾ. ഈ ഫ്ലവർ കണ്ടോ, ഇത് ഇന്ത്യൻ മാലോ എന്ന് പറയുന്ന ഒരു ഫ്ലവറാണ്. ഇത് ആക്ച്വലി വെൽവെറ്റ് ലീഫ് എന്നും കൂടി അറിയപ്പെടും. ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ജാപ്പനീസ് ഗാർഡൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ഇത് ഫുള്ള് നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇവിടെ നിൽക്കുന്നത്. ഈ ഒരു ഏരിയ അറിയപ്പെടുന്നത് വിക്ടോറിയൻ കോറിഡോർ എന്നാണ്. അപ്പം ഇവിടെ ഇതും ഓൾസോ ടെമ്പറേച്ചർ ഹൗസ് എന്നും അറിയപ്പെടുന്നുണ്ട്. പിന്നെ വേണ്ട ഈ കാണുന്നതൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിൽ ഈ കിണറ്റുംകരയിലൊക്കെ കാണുന്ന ഒരുമാതിരി ചെടികളില്ലേ, അതുപോലത്തെ ചെടികളാണ്. അതുവരെ ഇവരിവിടെ വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കുന്നുണ്ട്. ഇത് കണ്ടോ,
വലിയ കള്ളിമുൾ ചെടികൾ. നമ്മുടെ ഗൾഫ് കൺട്രീസിൽ പോലും കാണാത്ത അത്രയും വലിയ കള്ളിമുൾ ചെടികൾ ഇവരിവിടെ പ്രൊട്ടക്റ്റ് ചെയ്ത് വളർത്തുന്നുണ്ട്. കണ്ടോ, വളരെ ചെറുത് മുതലുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഓരോ പേരുകളും ഉണ്ട് കേട്ടോ. നമ്മുടെ ഒന്നും വായിൽ കൊള്ളാത്ത പേരുകളാണ്. ഇതിൻ്റെ ഒന്നും പേരുകളൊന്നും വായിക്കാൻ എനിക്കറിയില്ല. ഈ ഇരിക്കുന്നത് നമ്മുടെ ആമക്കുട്ടന്മാരാണ്. ഈ പൂക്കളും നമ്മുടെ നാട്ടിലുള്ള പൂവാണ്. നമ്മൾ പറിച്ചു കളയുടെ പൂവാണ് ഇവരിവിടെ നട്ടു വളർത്തിയിരിക്കുന്നത്. ഈ കോറിഡോർ സെൻറ്റഡ് കോറിഡോർ എന്നാണ് അറിയപ്പെടുന്നത്. നമുക്ക് ഒരു സൈഡിൽ കൂടെ കയറി മറ്റൊരു സൈഡിൽ കൂടെ പുറത്തേക്ക് ഇറങ്ങാം. ഇപ്പം നമ്മൾ ഏകദേശമൊക്കെ കണ്ടു. ഇനി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുവാണ്.